എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വൻപയറും മത്തങ്ങയും കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ആദ്യം 1 കപ്പ് വൻപയറാണ് എടുത്തത്. അതൊരു 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു മൺചട്ടിയിലിട്ടു. ഇനി അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി എടുക്കുന്നത് ഒരു മത്തങ്ങയുടെ പീസാണ്. അതിതുപോലെ തൊലിയൊക്കെ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മുറിച്ചു. കൂടെ 2 പച്ചമുളകും കൂടെ മുറിച്ചിട്ടു. ഇതിന് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്തു. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ ഒരു കൂട്ടുണ്ടാക്കണം. അതിനായി 1 കപ്പ് നാളികേരം എടുത്തു. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും അതെല്ലാം കൂട്ട് എടുത്ത് ഒന്ന് ചതച്ചെടുത്തു. ഇനി അത് നമുക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടണം. അതിനായി ചെറിയ ഉള്ളിയും നാളികേരവും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളകിടാം. അതിനുശേഷം നമ്മുടെ നാളികേരവും ചെറിയ ഉള്ളിയും ഇതിലേക്ക് ഇടാം. ഇത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവണം. കൂട്ടത്തിൽ നമ്മുടെ കറിവേപ്പില കൂടെ ചേർക്കാം. ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഇത് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വൻപയറും മത്തങ്ങയും കൂടിയുള്ള എരിശ്ശേരി റെഡിയായി. ഇത് വളരെ ആരോഗ്യപരമായി വളരെ നല്ലതുമാണ്, നല്ല രുചിയുള്ളതുമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.